കേസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് താങ്ക് യു പോസ്റ്റുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പം രാവിലെ ആണ് എന്ന് തോന്നുന്നു. ഇപ്പം കോച്ചിങ് സൈഡിൽ നിന്നുള്ള ഇപ്പം തോമസ് തോഷ്, അതുപോലെ വെർണർ മാർട്ടിൻസ്, സ്ലാവൻ, ഇങ്ങനത്തെ കോച്ചസ് പോകുന്ന ഒരു കാര്യം വന്നതാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 താരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടി വരുന്നത്. ക്വാമി പെപ്ര, കമൽജിത്ത് സിംഗ്, ഇഷാൻ പണ്ഡിത എന്നീ താരങ്ങളാണ്. അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു താരങ്ങൾ ടീമിന് ആവശ്യമായിരുന്ന താരങ്ങളായിരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആദ്യത്തെ താരം ഇപ്പോൾ ഗോൾ കീപ്പറായിട്ടുള്ള കമൽജിത്ത്, അദ്ദേഹം ഒരു ലോണിൽ വന്നതാണ്. 1-2 മാച്ച് മാത്രമേ ആകപ്പാട് കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒഡീഷയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ളതാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഒഡീഷയിൽ അമരീന്ദർ ഉള്ളിടത്തോളം അദ്ദേഹത്തിന് അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാൻ പ്രതീക്ഷ ചെയ്തു ഒന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നല്ല ഗോൾ കീപ്പറെ സൈൻ ചെയ്യണം, അതല്ലാത്തൊരു പക്ഷം അറ്റ്ലീസ്റ്റ് കമൽജിത്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതായത് കിട്ടാത്തതെന്ന് നമ്മൾ ഫീ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, ഇനിയും കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കമൽജിത്തിനെ നിർത്താമെന്ന് പറയുന്നൊരു പരിപാടി. പക്ഷേ കമൽജിത്ത് പോകുന്നൊരു സാഹചര്യമാണ് വരുന്നത്. ഇപ്പോൾ കമൽജിത്ത് പറഞ്ഞാൽ കുറച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ISL ഉണ്ട്, എന്നാൽ ഒരുപാട് മാച്ചസും കളിച്ചെന്ന ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പം ഈ ഒരു വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പീക്കിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പല ഗോൾ കീപ്പേഴ്സിൻ്റെയും കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു 30s വരുന്ന സമയത്ത് ഇപ്പോൾ ആൽബിനോ എക്സാമ്പിളാണ്, രഹ്നേഷ് എക്സാമ്പിളാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന താരങ്ങളാണ് അവർ എന്നുള്ളതാണ്. സോ എന്താണെങ്കിലും കമൽജിത്ത് പോയി, ഇപ്പോൾ അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് ക്വാമി പെപ്രയാണ്. ഇപ്പോൾ ഈ സീസണിൽ 6 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ മുമ്പ് നമ്മൾ സംസാരിച്ചുള്ളതാണ്, ക്വാമി പെപ്രയ്ക്ക് പകരം ഒരു കുറച്ചും കൂടി ബെറ്റർ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ, ഒന്നെങ്കിൽ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ നമ്മൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മളൊരു ഫോറിൻ DMനെയൊക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു AM CF ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക്. നമുക്കിപ്പം 6 പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ 6ഉം ഒരു ടോപ്പ് ക്വാളിറ്റി ഫോറിനേഴ്സ് ആകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇഷാൻ പണ്ഡിതയുടെ കാര്യമാണ്. ഇഷാൻ പണ്ഡിതയ്ക്ക് ഈ സീസൺ നമുക്കറിയാം വളരെ കുറച്ച് മിനിറ്റ്സ് മാത്രമേ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനുള്ള കാരണം അറിയാം, അദ്ദേഹം ഇഞ്ചേർഡ് ആയിരുന്നു. പ്രധാനമായിട്ടും കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ അത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുമെന്നുള്ള സൂചനകളൊക്കെ മുമ്പ് തന്നെ വന്നതാണ്. എന്താണെങ്കിലും അത് തന്നെ സംഭവിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഗെയിം ടൈം കിട്ടുന്നൊരു ക്ലബ്ബ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ സ്ട്രൈക്കേഴ്സുള്ള ക്ലബ്ബ് ചൂസ് ചെയ്യാതെ ഇപ്പം ഇന്ത്യൻ സ്ട്രൈക്കേഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ടീമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ കൊടുത്ത് ഗെയിം ടൈം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി. കണക്ഷൻ സനിയ.